നാട്ടിൽ പൊതുവേ ഒരു വിചാരമുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ തടിച്ച് കൊഴുത്തിരിക്കുന്നതാണ് ആരോഗ്യം, ക്ഷീണിച്ചിരിക്കുന്നത് മോശമാണെന്നുള്ളത്. അതുകൊണ്ട് അമ്മമാര് കുട്ടികളെ നിർബന്ധമായിട്ട് ഭക്ഷണം കഴിപ്പിച്ച് തടിപ്പിക്കാൻ ശ്രമിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് വിചാരം, തടിച്ചിരിക്കുന്നതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് തടിച്ചിരിക്കുന്നത് രോഗമാണെന്നും ക്ഷീണിച്ചിരിക്കുന്നത് ആരോഗ്യമാണെന്നും അമ്മമാർ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുട്ടികളെ നിർബന്ധമായിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയല്ല, നിർബന്ധമായിട്ട് വ്യായാമം ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നില്ല. നിർബന്ധമായിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വ്യായാമം ചെറുപ്പം മുതൽ തന്നെ വേണം. അല്ലാതെ വ്യായാമം 50 വയസ്സായതിനു ശേഷം അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹൃദയത്തിലോട്ട് പോകുന്ന രക്തക്കുഴലുകൾ വികസിക്കുന്നത് 10ഉം 20ഉം വയസ്സിന്റെ ഇടയിലാണ്. നല്ലോണം വ്യായാമം ചെയ്യുന്ന കുട്ടിയുടെ രക്തക്കുഴൽ ഈ സൈസ് ആണെങ്കിൽ, വ്യായാമം ഒട്ടും ചെയ്യാതെ കുട്ടിയുടെ രക്തക്കുഴൽ ഈ സൈസാ. ഈ സൈസുള്ള രക്തക്കുഴൽ അടഞ്ഞു കിട്ടാൻ 20 കൊല്ലം മതി. ഈ സൈസുള്ള രക്തക്കുഴൽ അടഞ്ഞു കിട്ടാൻ 10-60 കൊല്ലം എടുക്കും. അതുകൊണ്ട് 10ഉം 20ഉം വയസ്സിന്റെ ഇടയിൽ കുട്ടികളെ നിർബന്ധമായിട്ട് വ്യായാമം ചെയ്യിപ്പിക്കാം. അവരുടെ അടുത്ത് പഠിക്കാൻ പറയണ്ട, അവരുടെ അടുത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറയണ്ട, പക്ഷെ വ്യായാമം ചെയ്യാനായി നിർബന്ധമായിട്ട് പറയണം. പിന്നെ നമ്മളെ കുട്ടികളാണെങ്കിൽ അവരെ ഈ സൽമാൻ ഖാനെയും മറ്റേ ഋത്തിക് റോഷനെയും കണ്ടിട്ട് അങ്ങനെ നല്ല മസിലുള്ള ബോഡിയാണ്, നല്ല ആരോഗ്യമെന്ന് വിചാരിച്ച് കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? വെയിറ്റ് ലിഫ്റ്റിംഗ്, ഇല്ലെങ്കിൽ വെയിറ്റ്സ് കൊണ്ടുള്ള എക്സർസൈസ്, ഇല്ലെങ്കിൽ പുഷപ്പ് പുള്ളപ്പ്, ഇല്ലെങ്കിൽ പല അങ്ങനെയുള്ള യോഗാസനാസ്, മസിൽ ബിൽഡ് ചെയ്യുന്ന അത് പ്രാക്ടീസ് ചെയ്യും. ഈ ഐസോമെട്രിക് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ആക്കുമ്പോ ഈ മസിലിന്റെ ഫൈബർ ലെങ്ത് ഷോർട്ടൻ ചെയ്യും. ഇങ്ങനെ ആക്കുമ്പോ അതിന് പകരം നമ്മൾ ഇങ്ങനെ ഗ്രിപ്പ് പിടിച്ചാൽ മസിലിന്റെ ലെങ്ത് കുറയൂല, ഫൈബറിൽ ടെൻഷൻ കൂടും. അപ്പൊ ടെൻഷൻ കൂടുന്നതുകൊണ്ടാണ് ഈ ഫൈബറിന്റെ തിക്നെസ് കൂടുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മളെ ഈ മസിലൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഈ മസില് കട്ടി കൂടുന്നത് പോലെ തന്നെ അങ്ങനെ എക്സർസൈസ് ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിലെ മസിലിന്റെയും തിക്നെസ് കൂടും. ഹൃദയത്തിന്റെ മസിലിന്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ അത് ഇറിറ്റബിൾ ആവും. എപ്പോ വേണമെങ്കിലും അവിടെ പെട്ടെന്ന് ഹാർട്ട് നിന്നു പോവാം, ഹാർട്ടിന്റെ ഫംഗ്ഷനെ ബാധിക്കാം. അതുകൊണ്ട് ഐസോമെട്രിക് എക്സർസൈസ് കഴിയുന്നതും ഒഴിവാക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ല എക്സർസൈസ് നടക്കുക, ഓടുക, ജോഗ് ചെയ്യുക, നീന്തുക, ഇല്ലെങ്കിൽ സൈക്കിൾ ഓട്ടുക. സാധാരണ ഇതൊക്കെ നല്ല എക്സർസൈസാ. മനസ്സിലായല്ലേ? അല്ലാതെ ഈ മറ്റേ സ്റ്റേഷനറി ബൈക്ക് ഉണ്ടല്ലോ, അതും ഐസോമെട്രിക് എക്സർസൈസ് അതിൽ കൂടുതൽ. അതുകൊണ്ട് അതും ഒഴിവാക്കുന്നതാണ് നല്ലത്. എത്ര ഐസോട്ടോണിക് എക്സർസൈസ് ചെയ്താലും ഡൈനാമിക് എക്സർസൈസ് ചെയ്താലും യാതൊരു കുഴപ്പമില്ല, ഹാർട്ടിന് ഏറ്റവും നല്ലതാണ്. ഐസോമെട്രിക് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ടിന് കേടാണ്. അതുകൊണ്ട് അത് ലിമിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പൊ അത് മസിൽ ബിൽഡിംഗ് നല്ലോണം ഉണ്ടാവും ഐസോമെട്രിക് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ശരീരത്തിന് ഭംഗി ഉണ്ടാവും എക്സ്റ്റേണൽ ആയിട്ട്, പക്ഷെ ഹൃദയത്തിന് ഭംഗി ഉണ്ടാവില്ല.